കാളി എന്നൊരു യൂട്യൂബറിന്റെ ഒരു വിഷയം 2-3 ദിവസമായിട്ട് ഞാൻ കുറേ അധികം തിരക്കുകളിലായതുകൊണ്ട് എനിക്ക് ഈ വിഷയം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിൻസ് ടി വി നവാസ്ക്കാക്കെതിരെ ഒരു വീഡിയോ ചെയ്തതായിട്ട് അതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതിനകത്ത് പറഞ്ഞ സ്ത്രീ പെൺകുട്ടി അത് നമ്മുടെ ഗ്രൂപ്പിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം ഒന്ന് പബ്ലിക്കിന് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ പെൺകുട്ടി വരുന്നു, എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നു. എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തെ ഞാൻ ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന രീതിയിലാണ് വന്നത്. ഞാൻ NGO ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, എനിക്കത് തീർത്തും ഇഷ്ടമില്ല. സ്പെഷ്യലി മാരേജ് പോലുള്ള ഫംഗ്ഷനൊന്നും പൈസ പിരിക്കുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണ്, അതേത് കമ്മ്യൂണിറ്റി ആയാലും. അപ്പോൾ ഈ കുട്ടി വന്ന് കംപ്ലൈൻ്റ് അല്ല, ഒരു റിക്വസ്റ്റാണ് തരുന്നത്. ഈ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ചെറിയ സ്വരച്ചേർച്ച ഉണ്ടാകും. 10-700 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിനകത്ത് ഇപ്പം ഒരാൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനാകത്തില്ല. അപ്പം അതിനകത്ത് വന്ന അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പം കുറച്ച് പേര് ചേർന്നിട്ട് അവർ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അതിൽ ഈ കുട്ടിക്ക് പൈസ കൊടുക്കാൻ തീരുമാനമാകുന്നു. അവരാൽ കഴിയുന്ന ഒരു ഫണ്ട് അവർ ചേർത്ത് വയ്ക്കുന്നു. ആദ്യം ചെറിയ തുകയാണ് കുട്ടി ചോദിച്ചത്, പിന്നീട് അത് ഇത്തിരി വലിയ തുകയായി. അപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് ഇത്ര ഡേറ്റിന് മുമ്പ് ഈ പൈസ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബഹളം അവിടെ നടക്കുന്നു. പിരിവുകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കേസിന് അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾക്ക് ഞാൻ പൈസ പിരിക്കാറുണ്ട്. എനിക്കതെന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. കേസിന് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഇപ്പോൾ കേസിൻ്റെ ആവശ്യത്തിനൊക്കെ വല്ല പൈസ വേണ്ടി വന്നാൽ ഞാൻ പിരിക്കാറുണ്ട്. അതിനപ്പുറം മറ്റുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫിസിക്കൽ ഇഷ്യൂസിന് പോലും ഞാൻ പൈസ പിരിക്കാറില്ല. അപ്പം പിന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ ഫീസോ മറ്റോ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഈ പൈസ പിരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പക്ഷെ അത് ഗ്രൂപ്പിലുള്ളവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല എന്ന ഒരു ഭാഗം വന്നപ്പോഴാണ് ആ ഗ്രൂപ്പിലുള്ള ഒരാൾ അൻസാരി ഉസ്താദിനെ വിവരം അറിയിക്കുന്നത്. ഇത് എൻ്റെ അറിവോടുകൂടിയല്ല, അവരുടെ തന്നെ കാര്യമാണ്. അൻസാരി ഉസ്താദും പിന്നെ കാളിയും തമ്മിൽ നടന്ന ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പം കാളി എന്ന യൂട്യൂബറിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് ഈ കുട്ടി ആദ്യം വന്നത്. അവിടെ ഇസ്ലാമിക ആൾക്കാരുണ്ട്, യുക്തിവാദികളുണ്ട്, സംഘിവാദമുള്ളവരുമുണ്ട്, മങ്കിവാദമുള്ളവരുമുണ്ട്. എല്ലാ വാദക്കാരും ഉള്ള ഒരു ഗ്രൂപ്പാണ് എൻ്റെ സൗഹൃദ കൂട്ടായ്മ. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇതിനകത്ത് ഫണ്ട് ഇട്ടവരിൽ കൂടുതലും ഹിന്ദു വിഭാഗത്തിലുള്ളവർ തന്നെയാണ്, മുസ്ലിങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ജാതീയ വ്യത്യാസ വേർതിരിവ് ഇല്ല. ഒരു വിഷയത്തിലേക്ക് എല്ലാവരുടെ ഫണ്ട് ഇടുന്നു. ഇനി ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെയാണ് എനിക്ക് അതിനകത്തുള്ള എക്സ്പ്ലനേഷൻ. ഐ ഡോണ്ട് വാണ്ട്. എന്നിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോഴും അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഇതായിരുന്നു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ഞങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ സൗകര്യമില്ല. അപ്പം നമ്മൾ ഇട്ട് വെറുതെ നാറണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. കാളിയും ഉസ്താദും തമ്മിലുള്ള സംസാരം, ഹിന്ദുക്കൾ കൊടുക്കുന്നില്ല, മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ല, ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ വേണ്ട എന്നൊക്കെയാണ്. ഇതറിയാൻ വേണ്ടി ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ആ വോയിസ് ഞാൻ പുറത്തു വിടുന്നില്ല. അതിൻ്റെ റീസൺ അതെൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചാണ്. ബിക്കോസ് ഇതിനകത്ത് ഞാൻ ഇൻവോൾവ്ഡ് ആണല്ലോ. എപ്പോഴായാലും ഒരു വൃത്തികെട്ട സംസാരം വന്നാൽ അത് പുറത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായ തെളിവുകളോ ഡീസൻറ്റ് കാര്യങ്ങളോ ഇല്ലാണ്ട് ഞാനൊരു വിഷയത്തിലേക്ക് സംസാരിക്കാനോ പറയാനോ വരത്തില്ല. നിങ്ങൾക്കിത് മതവൽക്കരിക്കുകയും നിങ്ങൾക്കിത് ജാതിബോധത്തിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൾഗാരിറ്റി കൊണ്ടുവരാനോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുക. ഈ വിഷയത്തിൽ ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു താല്പര്യവുമില്ല, ഞങ്ങളാരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അൻസാരി ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇവിടെ NGOs ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. എനിക്കതിനോട് തീർത്തും വിയോജിപ്പാണുള്ളത്. ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുന്നതിനേക്കാൾ അയാൾ ഭിക്ഷ എടുക്കാതിരിക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇത്. അയാൾക്ക് എന്തെങ്കിലും ഒരു ജോബ് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള എന്തെങ്കിലും അയാൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒന്നും കൊടുക്കുക എന്നതിനപ്പുറം 10 രൂപ കൊടുത്ത് അയാളെ ഇകഴ്ത്തി എനിക്ക് വലിയ ആളാവണമെന്നൊരു താല്പര്യം എനിക്കില്ല. സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ധാരാളിയായി അങ്ങ് കിടന്ന് കൊടുക്കും, ഒരുപാട് അങ്ങ് ചെയ്യും എന്നല്ല, ഒരിക്കലുമല്ല. അപ്പോൾ കാളി ഇതിനകത്ത് സൂചിപ്പിച്ചൊരു കാര്യം, ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ നവാസിനെ എന്തോ മൂക്കി പിടിക്കും, 2 ദിവസം സമയം കൊടുക്കുന്നു, 3, നീ ഒരു ഞൊട്ടയും പുടുങ്ങാനില്ലടാ. മനസ്സിലായ? നിനക്ക് നിൻ്റെ ചാനലിൽ കൂടെ നിൻ്റെ അവരാതെ ഞാൻ പല പ്രാവശ്യം കേട്ടതാണ്, പലരും വന്ന് പറഞ്ഞിട്ടുമുണ്ട്. നിന്നെ എടുക്കാത്തതിൻ്റെ റീസൺ പിന്നെ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നീ പറയുന്ന എല്ലാ അപരാധത്തിനും മറുപടിയുണ്ട്. പിന്നെ ഈ നാട്ടിൽ സ്പർദ്ധത ഉണ്ടാക്കിക്കൊണ്ടാണ് നിൻ്റെ ഈ നെകളിപ്പ്. ഇത് നീ മുന്നേറാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിനക്ക് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ നിൻ്റെ ചാനൽ വളരും എന്നതിനപ്പുറം സമൂഹത്തിന് പ്രത്യേകിച്ച് ഉപകാരം ഒന്നുമില്ല. കേരളത്തിൽ വേറെ ഏത് നാട്ടിലില്ലാത്തതുപോലും കേരളത്തിലുള്ളൊരു മതമൈത്രി അത് തകർക്കാനായിട്ട് നീ ശ്രമിക്കണ്ട. ഇവിടെ ഉള്ള ഒരു വിഭാഗക്കാരും പരസ്പരം തമ്മിലടിക്കാനോ ഉപദ്രവിക്കാനോ മതം ചോദിച്ച് സംസാരിക്കാനോ അങ്ങനെ നിൽക്കുന്ന ഒരു ആൾക്കാരെ അല്ല. അത് സമൂഹത്തിൽ ഇറങ്ങി സംസാരിക്കുന്നവർക്കറിയാം. ഇരുന്ന് അപരാധം മാത്രം വിളമ്പുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. ചുറ്റും ഇറങ്ങി നോക്കണം.
ഒരു അവസ്ഥകേട് വരുമ്പോൾ ഇന്ന മതമൊന്നും ഇന്ന ജാതിയൊന്നും ഇല്ല. അപ്പം നീ ഇസ്ലാം വിഭാഗത്തിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ താറടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിലാണ് നീ ഈ ഒരു കാര്യം ചെയ്തത്. രക്ഷ എന്തോ ചെയ്തു. ആ പെൺകൊച്ച് പറഞ്ഞ നേരെ റിവേഴ്സ് എഫക്റ്റാണ്. ഞാൻ ചോദിച്ചോളോട്, നിനക്ക് ഞങ്ങളുടെ പണം വേണ്ടേ? അതങ്ങ് തുറന്നു പറയുക, ഞങ്ങൾക്ക് താല്പര്യമില്ല, ചെയ്യാൻ താല്പര്യമില്ല, കഴിഞ്ഞു. ഞങ്ങളുടെ പണം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അവൾ പറയണ, ചേച്ചി ഇതെൻ്റെ അറിവോടെയല്ല. ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടോ അത് പറഞ്ഞിട്ടില്ല. നവാസിൻ്റെ വീട്ടിലൊരു പെൺകുട്ടിക്കാണോ ഇങ്ങനൊരു അവസ്ഥയെങ്കിൽ നീ പറയൂ. ആ പെൺകുട്ടി ഹെർസെൽഫ് 800 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ വന്ന് അവളുടെ പേരും അഡ്രസ്സും അവളുടെ ഡീറ്റെയിൽസും ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിഞ്ഞത്. അല്ല, ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചതല്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ തുറന്നു പറയാം. അതിന് നീ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട. നീ നിന്റെ പോക്കറ്റിൽ നിന്നല്ലല്ലോ കൊടുക്കുന്നത്, ഒരു സംഘടനയല്ലേ കൊടുക്കുന്നത്. അവർ വന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്കത് പുല്ലുവിലയാണ്. കാരണം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പെൺകുട്ടിക്ക് ആവശ്യമായ സഹായം നമ്മളെ കൊണ്ട് കഴിയണം, നമ്മൾ ചെയ്യും. ചെയ്യാൻ പറ്റില്ലേ മൗനമായിരിക്കും. അതിനപ്പുറം ആ പെണ്ണിൻ്റെ തലയിൽ കയറാനോ ആ പെണ്ണിൻ്റെ ഫോട്ടോ റിവീൽ ചെയ്യാനോ ഒന്നുമില്ല. പക്ഷെ കൂടുതൽ വിളഞ്ഞാൽ കംപ്ലീറ്റ് എടുത്ത് ഞാൻ പുറത്തിടും. കാരണം എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പകൽ മകൾ അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല. ഞാനത് കൃത്യമായിട്ട് പറയണം. ഒന്നിനു മുമ്പേ നീ ജിഹാദി ജിഹാദി എന്ന് വിളിക്കുന്ന നിന്റെ അച്ഛൻ ജിഹാദിയായിരുന്നു? നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ജിഹാദിയായിരുന്നോ? അതോ നീ രാജ്യദ്രോഹിയാണോ? ഇത്തരത്തിൽ സ്പർദ്ധത പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു സമൂഹത്തെയും മറ്റു സമൂഹത്തെയും തമ്മിൽ അടുപ്പിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം റോക്കറ്റ് വിക്ഷേപണം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ. എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ആ പെൺകുട്ടിയുടെ കേസ് ഞാൻ റിവീൽ ചെയ്യാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. എനിക്കത് പറയാൻ ആഗ്രഹമില്ല. പിന്നെ നാണക്കേടുള്ളവർ അങ്ങനെ വന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അവളെ ഇകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് അതിൻ്റെ ലെവൽ മാറിപ്പോകും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നിൻ്റെ മറ്റേ കളി കൊണ്ട് ആ പെൺകുട്ടിക്ക് അപമാനം ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഇനി നീ വേടൻ്റെ കേസ് എടുത്തത്, അത് ഞാൻ അടുത്ത വീഡിയോ നിനക്ക് തരാം. ഓക്കെ.